എറണാകുളം കരയോഗം ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഏപ്രിൽ 4-ന് തുടക്കമാകും. എറണാകുളം കരയോഗം ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഏപ്രിൽ 4-ന് തുടക്കമാകും. 1000 വിവാഹങ്ങളടക്കം ഒരു വർഷം നീളുന്ന കലാ സാംസ്കാരിക പരിപാടികൾ, എഴുത്തച്ഛൻ പുരസ്കാര ജേതാക്കളുടെ സംഗമം എന്നിവ നടക്കും. ഒരു നൂറ്റാണ്ട് നീളുന്ന സേവന പാരമ്പര്യത്തിന്റെ ചരിത്രവുമായാണ് കരയോഗം ശതാബ്ദി ആഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. ഏപ്രിൽ 4 വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ് ബോസ് ഉദ്ഘാടനം ചെയ്യും. അത്തരം പരിപാടികളൊക്കെ ഓർത്തിണക്കിക്കൊണ്ട് അതിൻ്റെ ബ്രോഷർ എല്ലാവർക്കും തന്നിട്ടുണ്ട്. ആ ബ്രോഷറിൽ ഓരോ മാസത്തെ പരിപാടികൾ വ്യത്യസ്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നാടകോത്സവം, സാഹിത്യോത്സവം കഴിഞ്ഞാൽ നാടകോത്സവം കഴിഞ്ഞാൽ സംഗീതോത്സവം, നൃത്തോത്സവം, അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് കടന്നുകൊണ്ട് ആധ്യാത്മിക തലത്തിലും പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. കർക്കിടക മാസം ഇവിടെ ഹാള് ഫ്രീ ആണ്. അപ്പോൾ 31 ദിവസവും ആധ്യാത്മിക പരിപാടികൾക്ക് പ്രാമുഖ്യം കൊടുക്കും. അങ്ങനെ വ്യത്യസ്തമായ പരിപാടികളാണ്. അപ്പോൾ എറണാകുളം കരയോഗം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ എറണാകുളം കരയോഗത്തെ പറ്റി അറിയാത്തവരാരും ഉണ്ടാവില്ല. വളരെ എല്ലാവരോടും അടുപ്പം എന്ന സേവനം ചെയ്ത സാബല്യം എന്ന ആപ്തവാക്യം സ്വീകരിച്ചുകൊണ്ട് അടുപ്പമായി നിൽക്കുന്ന സ്ഥാപനം അറിയട്ടെ. എറണാകുളം കരയോഗം നിങ്ങൾക്ക് പറയുന്ന പോലെ ഒരു സമുദായ സംഘടന എന്നതിലുപരി അതൊരു അംഗത്വം എടുക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ബാക്കി എല്ലാവർക്കും എപ്പോഴും വരാവുന്ന ഒരു സാമൂഹിക സാംസ്കാരിക സംഘടനയാണ്. TDM മാളിൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യാതിഥിയാകും. ഹൈബിയുടെ MP, TJ വിനോദ് MLA, എറണാകുളം കരയോഗം പ്രസിഡന്റ് ഇൻചാർജ് അഡ്വക്കേറ്റ് A ബാലഗോപാലൻ, പ്രസിഡന്റ് A മുരളീധരൻ, ട്രഷറർ KT മോഹനൻ എന്നിവർ പങ്കെടുക്കും. ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാനും സുപ്രീം കോടതി മുൻ ജഡ്ജിയുമായ KS രാധാകൃഷ്ണൻ സ്വാഗതവും കരയോഗം ജനറൽ സെക്രട്ടറി P രാമചന്ദ്രൻ നന്ദിയും പറയും. തുടർന്ന് നടക്കുന്ന എഴുത്തച്ഛൻ പുരസ്കാര ജേതാക്കളുടെ സംഗമത്തിൽ പ്രൊഫസർ MK സാനു, ഡോക്ടർ M ലീലാവതി, C രാധാകൃഷ്ണൻ, സേതു, ഡോക്ടർ SK വസന്തൻ, NS മാധവൻ എന്നിവർ പങ്കെടുക്കും. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം നീളുന്ന കലാ സാംസ്കാരിക സാമൂഹികക്ഷേമ പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് എറണാകുളം കരയോഗം ജനറൽ സെക്രട്ടറി P രാമചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളുടെ വിവാഹ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിബന്ധനകൾക്ക് വിധേയമായി ജാതിമത ഭേദമന്യേ 100 വിവാഹങ്ങൾ TDM മാളിൽ നടത്തും. ആവശ്യക്കാരെത്തിയാൽ 100-ൽ കൂടുതൽ വിവാഹങ്ങൾ നടത്താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏപ്രിൽ 5-ന് വൈകിട്ട് 3-ന് നടക്കുന്ന വനിതാ സാഹിത്യ സംഗമത്തിൽ ശ്രീകുമാരി രാമേന്ദ്രൻ, തനുജ ഭട്ടതിരിപ്പട, VM ഗിരിജ, പ്രൊഫസർ വിമല മേനോൻ എന്നിവർ എഴുത്ത് അനുഭവങ്ങൾ പങ്കുവയ്ക്കും. 6-ന് രാവിലെ 10 മുതൽ 12 മണി വരെ കാവ്യാഞ്ജലി, വൈകിട്ട് 3-ന് യുവ സാഹിത്യകാര സംഗമം, മെയ് 30 മുതൽ നാടകോത്സവം, 30-ന് വൈകിട്ട് 6:30-ക്ക് വെയിരാജ വെയ്, 31-ന് ക്രിസന്റ് മൂൺ, ജൂൺ 1-ന് മാറാട്ടം, ജൂൺ 20 മുതൽ 22 വരെ കഥകളി ഉത്സവം, 20-ന് വൈകിട്ട് 3-ന് രുക്മിണി സ്വയംവരം, 21-ന് വൈകിട്ട് 5:30 നളചരിതം 1-ാം ദിവസം തുടങ്ങിയവ നടക്കും. ഓഗസ്റ്റ് 5 വരെ വൈകിട്ട് 6 മുതൽ ദേവി ഭാഗവത നവാഹ യജ്ഞം നടക്കും. ഓഗസ്റ്റ് 6 മുതൽ 16 വരെ വൈകിട്ട് 6:30-ക്ക് ശിവപുരാണം നടക്കും. എറണാകുളം കരയോഗം പ്രസിഡന്റ് ഇൻചാർജ് അഡ്വക്കേറ്റ് A ബാലഗോപാലൻ, പ്രസിഡന്റ് A മുരളീധരൻ, ട്രഷറർ KT മോഹനൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.